തോട്ടം ഭൂമിയാണെന്ന BTR-ൽ രേഖപ്പെടുത്തിയത് മൂലം പട്ടയ ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകർ. 6 സർവേ നമ്പറുകൾ ഉൾപ്പെട്ട ഭൂമി വിൽക്കുവാനോ പണയപ്പെടുത്താനോ പോലും കഴിയാത്ത അവസ്ഥയാണ്. പരാതി നൽകി മടുത്തു കഴിഞ്ഞ നാട്ടുകാർ ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് നവകേരള സദസ്സിലെത്തി പരാതി നൽകി. ഇവരുടെയും പരാതി സ്വീകരിച്ചു എന്നല്ലാതെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവകേരള സദസ്സ് മാത്രമല്ല, ഇതുവരെ വർഷങ്ങളായി പരാതിയുമായി നടക്കുന്ന ഏതാണ്ട് 900-ഓളം വരുന്ന കർഷക കുടുംബങ്ങളാണ് ഉപ്പുതറയിൽ ദുരിതമനുഭവിക്കുന്നത്. ചില അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം 1949 കാലഘട്ടം മുതൽ, കുടിയേറ്റ കാലം മുതൽ ഭൂമി വാങ്ങി കരമടച്ച് എല്ലാവിധ ക്രയവിക്രയങ്ങളും നടത്തി വന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. ഞങ്ങൾ 2015 ഈ ഉത്തരവ് വന്ന ശേഷം നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയെ 2 തവണ കണ്ടു. അതിനും നടപടിയായ ശേഷമാണ് ഞങ്ങൾ നവകേരള ദിവസം എത്തപ്പോൾ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി അതിന് കൈപ്പറ്റി രസീത് നൽകിയതാണ്. ഇത് തോട്ടഭൂമി മറിച്ചു വിറ്റു എന്ന അടിയാധാരത്തിലെ വ്യവസ്ഥ അനുസരിച്ചാണ് ഉപ്പുതറ വില്ലേജ് ഓഫീസിലെ തണ്ടപ്പേര് പീരുമേട്ടി കമ്പനിയുടെ പേരിലാണ് എന്നതിൻ്റെ പേരിലാണ് ഈ ഞങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര വർഷമായി വന്നിട്ട്? ഞങ്ങൾ വന്നിട്ടൊരു 90-95 വർഷമായിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് 2015 വരെ കരം കെട്ടാനും ഈ സ്ഥലം വിൽക്കാനും ബാക്കിയുള്ളതിനെല്ലാത്തിനും ഉണ്ടായിരുന്നു. ഒരു തടസ്സവും ഇല്ലായിരുന്നു. ഈ വിദ്യാഭ്യാസ വായ്പ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ കഴിയില്ല. ഇല്ലില്ല. ഒരു ബാങ്ക് വായ്പയാകട്ടെ, വിദ്യാഭ്യാസ വായ്പയാകട്ടെ, നമ്മൾ ഈ ഭൂമിയെ ബേസ് ചെയ്തുള്ള ഒരു കാര്യങ്ങളും വില്ലേജ് ഓഫീസിൽ നിന്നോ അത് പഞ്ചായത്തിൽ നിന്നോ നമുക്ക് അതിൽ നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. നമ്മൾ റവന്യൂ ഉദ്യോഗസ്ഥരെ തഹസിൽദാരുമായി വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ട് കാത്തിരിക്കുന്ന ഈ ഉപ്പുതറയിലെ ജനങ്ങളുടെ ഒരു സാഹചര്യം. സന്ദീപ് രാജാക്കളുണ്ട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ ഉപ്പുതറയിൽ എത്ര കുടുംബങ്ങളുണ്ട് ഈ ബുദ്ധിമുട്ടിൽ? അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രയവിക്രയവും സാധ്യമല്ലാത്ത സാഹചര്യം, കരമടയ്ക്കാൻ വയ്യ, ഭൂമി വിൽക്കാൻ വയ്യ. ഇപ്പോൾ അത് പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് ഇങ്ങനെ വ്യാജമായി നൽകുകയാണോ? ഈ നവകേരള സദസ്സിൽ പരാതി നൽകിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ച മറുപടി എന്താണ്? ഈ പരാതി കൊടുത്ത ശേഷം പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ടോ? പ്രതിപ്രതിക്കാട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഉപ്പുതറയിലെ കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോഴും ഈ താലൂക്കിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നു, തഹസിൽദാരുമായി നേരിട്ട് സംസാരിക്കുമ്പോഴും ആ കാര്യത്തിൽ ഇതുവരെ ഒരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അതുമായി ഏത് തരത്തിൽ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റവന്യൂ അധികൃതരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന മറുപടി. 900-ലധികം വരുന്ന കർഷക കുടുംബങ്ങളാണ് ഈ 6 സർവേ നമ്പറുകളിലായിട്ടുള്ളത്. അവർക്കാണ് ഇപ്പോൾ കാലങ്ങളായി കൈമാറ്റം ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ യഥാവിധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി ആ ഭൂമിയിലെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കർഷകരുടെ പ്രതിസന്ധി പോലെ തന്നെയാണ് ഈ ഉപ്പുതറയിലെ വ്യാപാരികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഈ മേഖലയിൽ പുതിയതായി കെട്ടിടം നിർമ്മിക്കുന്നതിനോ ഇല്ലെങ്കിൽ ഒരു ബാങ്ക് വായ്പ എടുക്കുന്നതിനോ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി വ്യാപാരികളടക്കം അനുഭവിക്കുന്നു. എന്താണ് ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത്? നിലവിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വസ്തുവിന് കരമടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യുന്നതിനോ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ചില സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയിൽ പോവുകയും അവർ ഹൈക്കോടതിയിൽ നിന്നും ഓർഡർ മേടിച്ചു കൊണ്ടുവന്ന് അവർക്ക് അവരുടെ വസ്തുവിന്മേലുള്ള നിജസ്ഥിതി മനസ്സിലാക്കി അതനുസരിച്ച് അവർക്ക് ലോൺ എടുക്കുന്നതിനും പോക്കുവരവ് ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്നുണ്ട്. ഈ 2016-ലെ രാജമാണിക്യം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എങ്കിൽ പോലും 2018 തൊട്ട് പല വ്യക്തികളും, അതായത് സ്വകാര്യ വ്യക്തികൾ പോയി അവരുടേതായ രീതിയിൽ അവർക്ക് പോക്കുവരവ് ചെയ്യുന്നതിനും കരമടയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ഇതിനുള്ള ഒരു ഭേദഗതി മൊത്തത്തിൽ വരുത്തുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് ഞങ്ങളുടെ വസ്തു ഉപയോഗിച്ച് ഒന്നുകിൽ വിൽക്കുന്നതിനോ അല്ലെങ്കിൽ പണയം വെക്കുന്നതിനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കരമടയ്ക്കാൻ വില്ലേജിൽ ചെന്നപ്പോൾ പറഞ്ഞത്, നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ വില്ലേജിൽ ചെന്നപ്പോൾ വില്ലേജ് അധികാരികൾ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് മുകളിൽ നിന്നും യാതൊരു റിപ്പോർട്ടും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഞങ്ങൾക്ക് കരമടച്ച് ഇങ്ങനെ ഉപാധികളില്ലാതെ കരമടച്ച് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇല്ല എന്നാണ് ഇപ്പോഴും ഞങ്ങൾക്ക് തന്നിട്ടുള്ള മറുപടി.
സ്മൃതി, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ കുറച്ച് ആളുകൾ, ഒന്നോ ഇല്ലെങ്കിൽ പൈസയുള്ള ആളുകൾ ഈ കോടതിയെ സമീപിക്കുകയും ഈ കരമടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് പ്രത്യേകിച്ച് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് കോടതിയെ സമീപിക്കാൻ പോലും കഴിയാത്ത അത്ര ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർ ഈ ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉപ്പുതറയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഉപ്പുതറ ഏറ്റവും ഔദ്യോഗികമായ മേഖലയാണ്. ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ്. രാജമാണിക്യൻ റിപ്പോർട്ട് 2016 വന്നതിന് ശേഷം ഇവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ചെന്ന് പറയുന്നത് വളരെ വിഷമത്തിലും പ്രതിസന്ധിയിലും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബാങ്കിൽ ചെന്നൊരു ലോൺ എടുക്കണമെങ്കിൽ കരമടച്ച് രസീത് വേണം. ആ കരമടയ്ക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ അടിയിൽ എഴുതി വെക്കും, ഇതിന് യാതൊരു നിയമസാധ്യതയില്ലാത്തതാണ്, പൈസ സർക്കാർ ഞങ്ങളുടെ പൈസ മേടിക്കുകയും ഞങ്ങൾക്ക് സർക്കാരിനുള്ള ആനുകൂല്യം കിട്ടാത്ത ഒരു സാഹചര്യം വരുവാന്ന് പറയുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷമസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്കിൽ പോലും ഇതിനൊരു നിരന്തരമായ ഒരു ഗവൺമെൻറ് ഒരു പരിഹാരം കാണുക എന്നുള്ളത് കഴിഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന് ശുപാർശ ചെയ്ത് ഇതിന് നിയമ നടപടി സാധ്യതയുണ്ട്, ഇതിന് യാതൊരു വിഷയങ്ങളുമില്ല. ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളുടെ ഭൂമിക്ക് യാതൊരു പ്രശ്നവുമില്ല. രാജമാണിക്യൻ റിപ്പോർട്ടിൻ്റെ തീന്തലാട്ടി കമ്പനിയുടെ 6 റവന്യൂ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ നമ്പറിൽപ്പെട്ടവർക്ക് ഇതേ അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 100 വർഷങ്ങളായിട്ട് ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പൂർവികരുടെ വസ്തുവാണിത്. ഈ പൂർവികർ ഇത് കൈമാറി ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളുടെ നാടോട്ടുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും ഞങ്ങളുടെ പിള്ളേർക്ക് ഈ വസ്തു പോക്കുവരോ മറ്റൊന്നും പറ്റിയില്ല. ആ ഒരു അവസ്ഥ കൊണ്ടുകൊണ്ട് പിള്ളേർ പോലും ഈ നാട് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ വിഷമസന്ധിയിലാണ്. ഇത് ഗവൺമെൻറ് അടിയന്തരമായി പരിഗണിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് സ്മൃതി. കാരണം 4ഓ 5ഓ തലമുറയായി, ഈ 5 തലമുറ എത്തി നിൽക്കുമ്പോൾ പോലും തങ്ങളുടെ ഭൂമി വിൽക്കുവാനോ പണയം വെക്കുവാനോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല. അങ്ങനെ വലിയ വിവാഹം നടത്തുവാനുള്ള കാര്യങ്ങൾക്കായി പോലും പണമെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ ഒരു മേഖല, ഈ 6 സർവേ നമ്പറുകളിൽ പെട്ടിരിക്കുന്ന പ്രദേശത്ത് ഒരുവിധ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥ. ഉപ്പുതറ ടൗണിൻ്റെ വികസനം നടക്കുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ടൗണിലാണ്, ഈ സർവേ നമ്പറിൽ പെടുന്നതാണ്. അവിടെയുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വളരെ വൈകാരികമായി അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഇടപെടാൻ കഴിയും, സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഈ തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓരോ സ്ഥലത്തു നിന്നും നിരവധി കുടുംബങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളടക്കം നവകേരള സദസ്സിന് മുന്നിൽ പരാതിയായി എത്തിയിരുന്നു. പലതിലും തെറ്റായ മറുപടികൾ തന്നെ ലഭിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.